അത് കേസായി കഴിഞ്ഞാൽ രണ്ടുപേരും എങ്ങനെ പോയാലും ഒന്നല്ലെങ്കിൽ അവരുടെ DBSൽ വരും, UK ഒരു നല്ല ജോബിന് അവർക്ക് കയറാൻ പറ്റില്ല. അതല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസ് ചിലപ്പോൾ മേ ബി അത് അവർക്ക് നാട്ടിലോട്ട് ഡീപ്പോർട്ടേഷനുള്ള ചാൻസ് വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കിട്ടോ. ഹായ് ഫ്രണ്ട്സ്, അബീസുക്കയുടെ പുതിയ വീഡിയോയിലുണ്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ UK വന്നിട്ട് 4.5 വർഷമായി. 2026 ഒത്തിരി പുതിയ സ്റ്റുഡൻസ് മലയാളികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയൊരു അഡ്വൈസ് പറയാൻ നമ്മളാളല്ല, എന്നിരുന്നാൽ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 4.5 വർഷം നമ്മൾ കണ്ടും അറിഞ്ഞിട്ടുമുള്ള ഒത്തിരി കള്ളത്തരങ്ങൾ നമ്മുടെ മലയാളികൾ കൊച്ചു കള്ളത്തരങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞങ്ങളിവിടെ അക്കേട്ട് പറയാം. ഇതെന്തിനാ ഞങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരെയും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മളോട് ഇത് അയ്യോ അവരോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അവർ ഉറപ്പായിട്ടും അത് യൂട്യൂബിൽ പറഞ്ഞല്ലോ എന്നൊരു തോന്നലോ ഈ കേൾക്കുന്നവർക്ക് വേണ്ട കേട്ടോ. കാര്യം പറഞ്ഞാൽ ആരെയും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും നമ്മൾ UK വരുമ്പോൾ സ്കാമിനെ പറ്റിയിട്ടൊക്കെ വലിയ കഥകൾ പറയും. ഈ സ്കാം എന്നൊക്കെ പറയുന്ന ഈ പറഞ്ഞ പോലെ 100 പൗണ്ടിൽ മുകളിലുള്ള കാര്യത്തിനെ നമ്മൾ സ്കാം എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ ദിവസവും ചെറിയ കള്ളത്തരം UK കാണിച്ച് പിടിക്കപ്പെടാതെ അവസാനം അതൊരു വലിയൊരു കുറ്റത്തിലോട്ട് ചെന്ന് വീഴുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു തോന്നൽ അവർക്ക് വന്നെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം ഇതെല്ലാം ചെറിയ തെറ്റുകളാണ്. പക്ഷേ ഇതിപ്പോൾ നിങ്ങളോർക്കും നിങ്ങളാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. കാര്യം വേറെ ഒന്നുമല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. ഇപ്പം കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് നമ്മളൊരു കല്യാണത്തിന് പോയിട്ടോ. അപ്പം അന്നേരം അവിടെ ഇപ്പോൾ റീസെൻ്റ്ലി UK പഠിക്കാൻ വന്നൊരു സ്റ്റുഡൻറ്റ് പറഞ്ഞൊരു ഡയലോഗാണ്, എൻ്റെ പൊന്നു ബ്രോ, അടുത്ത 2 മാസക്കടയും കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് പീരീഡ് കഴിയും, അപ്പോൾ സ്റ്റുഡൻറ്റ് കാർഡ് തീരും. അപ്പോൾ നമുക്ക് ബസ്സിൽ പോയി കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് കാർഡ് ഡിസ്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടൂല. ഇവർക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 2.5 പൗണ്ടിന് ടിക്കറ്റ് 1.5 പൗണ്ടിന് 1 പൗണ്ടാന്ന് അല്ലേ, 1 പൗണ്ട് അല്ലെങ്കിൽ 80 പെൻസ് ഒക്കെയാണ് 80 പെൻസിന് ലാഭമുള്ളൂ. ഇതിൽ 80 പെൻസാണ് ഈ. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ എന്താണെങ്കിലും നാട്ടിൽ പോകുന്നുണ്ട്, അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പം ഒരു സ്റ്റുഡൻറ്റ് കാർഡ് അടിച്ചിട്ട് വരാം. ഞാൻ പുതിയ ഡേറ്റ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞു വെക്കാം കേട്ടോ. ഒരു 3 വർഷം മുമ്പ് നമുക്കറിയാവുന്നൊരു വ്യക്തിയുടെ പേഴ്സ് ചാടിപ്പോയിട്ട് ഒരു നല്ലവനായ ഒരുത്തിന് കിട്ടി. അവനത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തപ്പോൾ പോലീസ് അതിൽ നിന്ന് അവൻ്റെ സ്റ്റുഡൻറ്റ് കാർഡ് എടുത്തിട്ട് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ പേഴ്സ് കിട്ടിയിട്ടുണ്ട്, ജസ്റ്റ് വരാൻ പറഞ്ഞു. സ്റ്റുഡൻറ്റ് കാർഡാണോ BRP ആണോ സംഭവം എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഇവൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പം ഇവനും ഇവൻ്റെ വൈഫുണ്ട്. അപ്പം ഇവനോട് ചോദിച്ചു, നമ്മൾക്കിപ്പോൾ എന്ത് സാധനം കിട്ടിയാലും നമ്മൾ പറയില്ലേ ഇത് നിങ്ങളുടെ ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ചോദിച്ചു. അപ്പം എടുത്ത് വായിക്കാൻ അവനും അവൻ്റെ വൈഫുണ്ടായിരുന്നു. അപ്പം വൈഫാണ് സ്റ്റുഡൻറ്റ്, അവൻ ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ പോലീസ് പറഞ്ഞു, നീ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ എങ്ങനെ നിൻ്റെ പേഴ്സിൽ ഈ സ്റ്റുഡൻറ്റ് കാർഡ് വന്നു? ചെറിയ ഒരു മിസ്റ്റേക്കാണ് ചെയ്ത് സ്റ്റുഡൻറ്റ് കാർഡ് വന്നു എന്ന് പറഞ്ഞു. പോലീസുകാർ വലിയ പ്രശ്നമാക്കി. എന്നിട്ട് യൂണിയിലോട്ട് വിളിച്ചു. ഈ യൂണിയിൽ നിന്ന് വന്ന ആൾക്ക് കുറച്ച് മനസ്സലിവ് ഉണ്ടായതുകൊണ്ട് ആ പുള്ളി അത് കേസാക്കണ്ടെന്ന് പറഞ്ഞു. അത് കേസായി കഴിഞ്ഞാൽ രണ്ടുപേരും എങ്ങനെ പോയാലും ഒന്നല്ലെങ്കിൽ അവരുടെ DBSൽ വരും, UK ഒരു നല്ല ജോബിന് അവർക്ക് കയറാൻ പറ്റില്ല. അതല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസ് ചിലപ്പോൾ മേ ബി അത് അവർക്ക് നാട്ടിലോട്ട് ഡീപ്പോർട്ടേഷനുള്ള ചാൻസ് വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കിട്ടോ. കാര്യം പറഞ്ഞാൽ ഈ സ്റ്റുഡന്റ് ടൈമിൽ നമുക്ക് സ്റ്റുഡൻസ് ആന്നുള്ള ഒരു കൺസെഷൻ എല്ലാ ട്രാൻസ്പോർട്ടേഷനിലും നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് റെയിൽ കാർഡിലാണെങ്കിലും എല്ലാത്തിലും നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്. ഈ സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് നമ്മൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓൾറെഡി പറയുന്നുണ്ട്, നിങ്ങൾ സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ആ ഡിസ്കൗണ്ട് തരേണ്ട ആവശ്യമില്ല. അതിനാണ് നമുക്ക് ഈ ID കാർഡ് കാണിക്കേണ്ടത്. പക്ഷേ ഇതിൽ കള്ളത്തരം കാണിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റിനെ കള്ളത്തരം കാണിക്കുന്നു എന്നാണ്. ഈ പറഞ്ഞ പോലെ ഇത് വലിയൊരു പ്രശ്നത്തിലോട്ടേ അത് ചെന്ന് വീഴുള്ളൂ. രണ്ടാമത്തെന്ന് പറയുന്ന റെയിൽ കാർഡ്. അപ്പം നമുക്ക് ഈ UK അറിയാം, നമുക്ക് റെയിൽ കാർഡ് യൂസ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഒരു 10 പൗണ്ട് അല്ലെങ്കിൽ 12 പൗണ്ടിൻ്റെ ഒക്കെ ടിക്കറ്റ് നമുക്കൊരു 10 പൗണ്ടിന് കിട്ടും. ഒരു വർഷത്തേക്ക് 20 to 30 പൗണ്ട് മാത്രമേ ഉള്ളൂ റെയിൽ കാർഡിൻ്റെ ചിലവ്. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രെയിൻ യൂസ് ചെയ്യുന്നവർ എല്ലാവരും തന്നെ റെയിൽ കാർഡ് യൂസ് ചെയ്യും. അപ്പോൾ ഈ റെയിൽ കാർഡിൻ്റെ ഒരു പ്രശ്നമല്ല, അത് അവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ളവർക്ക് അത് കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് 25 to 30 വയസ്സ്. ഇൻ കേസ് ചില ആൾക്കാർ 25 വയസ്സിൻ്റെ ഇടയ്ക്കുള്ളവരാണെങ്കിലും ചില ആൾക്കാർ ഇച്ചിരി പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരു 30 വയസ്സിന് മുകളിലുള്ളവർ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് ഈ റെയിൽ കാർഡ് കൊടുക്കുന്നത്. അപ്പം ഇതിൽ ഈ കാറ്റഗറിയിൽ വരാത്തവർ ചെറിയൊരു കള്ളത്തരം കാണിക്കും. ഈ റെയിൽ കാർഡ് എടുത്ത ആരുടെയും ഒരാളുടെ മേടിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ആ ഒരു നമ്മുടെ ഫോട്ടോ വരുന്ന ഭാഗത്തോട്ട് ഈ കള്ളത്തരം കാണിച്ച് നമ്മുടെ ഫോട്ടോ
ഈ എടുക്കാൻ പോകുന്ന ആളുടെ ഫോട്ടോ ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര് മാറ്റുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ട് ഈ റെയിൽ കാർഡ് വെച്ചിട്ട് നമ്മൾ സഞ്ചരിക്കുന്നു. എല്ലാം ഓക്കെയാണ്. പക്ഷെ പിടിക്കപ്പെടുന്നത് വരെ. ഈ റെയിൽ കാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ നമ്മളോട് നമ്മളിപ്പം വണ്ടിയിൽ യാത്ര ചെയ്യാണ്, ടി ടി നമ്മളോട് ചോദിച്ചു റെയിൽ കാർഡ് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെടുത്ത് സ്ക്രീൻഷോട്ട് കാണിക്കുമായിരിക്കും. ചിലപ്പം ഒരു കുഴപ്പവും ഇല്ലാണ്ട് പോകുമായിരിക്കും. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ റെയിൽ കാർഡ് കാണിക്കുമ്പോൾ ഈ ടി ടി ആണെങ്കിലും ഉദ്ദേശിക്കുന്നത് അതൊരു ലൈവ് റെയിൽ കാർഡാണ് നമുക്ക് വേണ്ടിയത്. അതായത് ഒരു QR കോഡ് അല്ലെങ്കിൽ എന്തോ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് ഒരു മാർക്ക് ഈ റെയിൽ കാർഡിലുണ്ട്. അപ്പം നമ്മൾ ഈ ലൈവ് കാണിക്കുമ്പോൾ ഇത് എപ്പോഴും ഓട്ടോമാറ്റിക്കലി മാറിക്കൊണ്ടിരിക്കും. സ്ക്രീൻഷോട്ട് ആകുമ്പോൾ നമുക്ക് അറിയാലോ, ഒരു ലൈവ് അല്ല, ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടാണ്. അങ്ങനെ വന്ന് നമുക്ക് എങ്ങാണോ ആ ടി ടിക്ക് ഒരു സംശയം തോന്നി ഈ റെയിൽ കാർഡിൻ്റെ നമ്പറൊക്കെ അവർ സ്ക്രൂട്ടനി പോലെ ചെക്ക് ചെയ്യുകയോ വല്ലതും ചെയ്യുവാണെങ്കിൽ, നമ്മൾ അതിൻ്റെ അകത്ത് തെറ്റ് കാണിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ മിനിമം 100 പൗണ്ട് വരെ പിഴ ഈടാക്കാവുന്ന ഒരു കുറ്റമാണ് സത്യം പറഞ്ഞാൽ ഫേക്ക് റെയിൽ കാർഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ഫേക്കാന്നുള്ളത് കൊണ്ടും ഇത് ചിലപ്പം ക്രിമിനൽ ഒഫൻസിലോട്ട് വരെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, ഭയങ്കര നിസ്സാരമായിട്ട് കാണുന്നതാണ്. ഇപ്പം നമ്മൾ ഈ കാറൊക്കെ ഓടിക്കണവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴും വർക്ക് ചെയ്യണുണ്ടോയെന്ന്. കാര്യം റീസെൻ്റ്ലി നമ്മുടെ കൂട്ടുകാരനുണ്ടായ ഒരു അവസ്ഥയാണ്, അവൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യണില്ലാന്ന്. അത് വർക്ക് ചെയ്തതായിട്ട് ഒരു ദിവസം, അത് എത്ര മണിക്കൂറായിട്ടുള്ളൂ എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ കഷ്ടകാലത്തിന് പോലീസ് പിടിച്ചു, അവൻ്റെ 3 പോയിന്റും പോയി. അപ്പം ഞാനിത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ന് രാവിലെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ആവുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ. കാര്യം ഈ ഒരു പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ കാറിൻ്റെ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോൾ കത്തും, അതൊരു 3 സെക്കൻഡോ 5 സെക്കൻഡ് കഴിയുമ്പോൾ കെടുവായിരുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് നോട്ടീസ് ചെയ്തിട്ടാണ് പറഞ്ഞത്, എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ പിടിക്കപ്പെടായിരുന്നു. അന്നേരം ആ വർക്ക്ഷോപ്പിൽ പോയപ്പോൾ പുള്ളി പറഞ്ഞു, അഭിഷേക് ഇത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ തമാശയ്ക്ക് ഞാൻ പറയാറുണ്ട്, ഇതേ ഒരു ഒറ്റക്കണ്ണൻ വണ്ടി വന്നു. ഇവിടേക്ക് നിങ്ങളുടെ വണ്ടിക്ക് ലൈറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ആ വണ്ടി എടുക്കാൻ നിൽക്കരുത്. പിടിച്ചു കഴിഞ്ഞാൽ പോയിന്റും പിന്നെ നമുക്കും ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടല്ലോ, ഈ വണ്ടി എവിടെയെങ്കിലും പോയി കയറുകയും ചെയ്യില്ല. സേഫ് ഗാർഡ് ഇഷ്യൂ എന്നാണ് അവർ ഇതിനെ പറയണത്. അപ്പം അത് നമുക്കും ഉണ്ട്, നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളവർക്കും ഉണ്ട്. അപ്പം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ വന്ന സമയത്ത് കാര്യം പറഞ്ഞാൽ വെയർഹൗസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വെയർഹൗസിൻ്റെ ഒരു ഇതെന്നാന്ന് വെച്ചാൽ, നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അവർ നമ്മളെ ചെക്ക് ചെയ്യും. കാര്യം പറഞ്ഞാൽ ഇതെല്ലാം അറിഞ്ഞിട്ട് പോലും അവിടെ കുറച്ച് കള്ളത്തരം നടന്നിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾ ഈ ഇറങ്ങി വരുമ്പോൾ ഒരു പുള്ളിനെ എടുത്ത് മാറ്റി വെച്ചിരിക്കുക. നമ്മുടെ കൂടെ ബസ്സിൽ വന്നുകൊണ്ടിരുന്ന ആളാണ്, നമുക്ക് അറിയാവുന്ന ആളാണ്, എന്ന സംഭവം നമുക്ക് അറിയാൻ പാടില്ല. പുള്ളിക്കും ഭയങ്കര ടെൻഷൻ. അവിടെ കുറേ സെക്യൂരിറ്റീസും എല്ലാം വന്ന് നിൽപ്പുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള ടൈമാണ്. അപ്പം ബസ്സിൽ കയറി പിറ്റേ ദിവസമാണ് നമ്മൾ സംഭവം അറിയുന്നത്. കാര്യം പറഞ്ഞാൽ പുള്ളി അവിടെ വെച്ചിട്ട് ഒരു സാധനം അടിച്ചു മാറ്റിയപ്പോൾ കൂടെയുള്ള ആളും കൂട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞാണ് ഇത് ചെയ്തത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളി കാലുവാരി. ഇവന്റെ കയ്യിൽ നിന്ന് ചെക്കിങ്ങിന്റെ ടൈമിൽ ഇവന്റെ കയ്യിലിരിക്കുന്ന സാധനം ഇവൻ ചെക്ക് ചെയ്ത അപ്പം തന്നെ മറ്റേ ആൾക്ക് കൊടുക്കും എന്നുള്ള ധാരണയിലാണ് ഇവർ രണ്ടുപേരും കൂടെ ഒരു കൂട്ടപരിപാടിയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്തോ രീതിയിൽ ഫ്ലോപ്പായി, മറ്റേ ആൾ സഹായിച്ചില്ല, ഇവൻ പെട്ടും പോയി. 170 പൗണ്ടിന്റെ എന്തോ സാധനം മാത്രമായിരുന്നു. കാര്യം പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുന്നവർക്കറിയാം, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തെ ശമ്പളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 1 പൗണ്ട് ആണെങ്കിൽ പോലും ആ കാണിച്ചത് ഒരു കള്ളത്തരമായതുകൊണ്ട് അവർ പോലീസിനെ വിളിച്ചു. പിന്നെ പോലീസ് ത്രൂ ആണ് ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്തത്. അങ്ങനെ നമ്മൾ ചങ്കായിട്ട് അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക്, നമുക്കൊരു രസത്തിനൊക്കെ നമുക്ക് ആ ഒരു പ്രായത്തിന്റെ ഒരു തിളപ്പിൽ നമുക്ക് പലതും ചെയ്യാൻ തോന്നും. പക്ഷെ അറ്റ് ദി എൻഡ് പിടിക്കപ്പെട്ട ഒരു മനുഷ്യനും നിങ്ങൾക്ക് ജാമ്യം നിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ കാണത്തില്ല. അതൊരു പ്രത്യേകിച്ച് ഒരു കള്ളത്തര പരിപാടിയാവുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വെയർ ഹൗസിൽ നിന്ന് ഇഷ്ടമായിരുന്ന ആളുകൾ സാധനം എടുത്ത് വെളിയിലോട്ട് വന്ന് ഒരു മിടുക്കായിട്ടേക്കും പറയുന്നുണ്ട്, പിടിക്കാത്ത അത്രയും കാലം നിങ്ങൾ ചിലപ്പോൾ സേഫ് ആയിരിക്കും. പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ ഒരാളും നിങ്ങളെ സപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ സാധനം എടുത്ത് വേറൊരാൾക്ക് കൊണ്ടു കൊടുക്കുകയോ അവർ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പിന്നെ ഇപ്പോൾ വേറൊരു സംഭവം പറയാം. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിലെ കടയിൽ ഒരു മലയാളി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ അവിടുത്തെ കൺവീനിയൻസ് സ്റ്റോറിൽ പണിക്ക് കയറി. അപ്പം ഇവിടെ ഇപ്പോൾ ഒത്തിരി ഫേക്ക് കറൻസി വന്നിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് വന്ന എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഈ കൺവീനിയൻസ് സ്റ്റോറിലേക്ക് അവർ എടുത്ത് പറയാറുണ്ട്, 20-ൻ്റെയും 10-ൻ്റെയും നോട്ട് വന്നിട്ട് കഴിഞ്ഞാൽ ഫേക്ക് നോട്ട്സ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്ന്. പക്ഷേ ഇമ്മാരത് ചെക്ക് ചെയ്തില്ല. ലാസ്റ്റ് ഇമ്മാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന രീതിയിൽ വന്നു അത്. ഓക്കെ, അപ്പം ഈ ഇങ്ങനത്തെ ഷോപ്പിലേക്കും വർക്ക് ചെയ്യണവരാണെങ്കിൽ 10-ൻ്റെയും 20-ൻ്റെയും നോട്ടേക്കും കിട്ടുമ്പോൾ നിങ്ങളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണത് വളരെ നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ UK സംബന്ധിച്ചോളം ഈ എല്ലാവരും പറയണ കേൾക്കാം, UK നമുക്ക് എന്തും ചെയ്യാം, അവിടുത്തെ പോലീസ് നാട്ടിലെ പോലെ പിടിക്കൂല എന്നിരിക്കും. പക്ഷെ ഞാൻ UK പോലീസിനെ പറ്റി വലിയ പൊക്കി പറയണല്ല കേട്ടോ. കാര്യം
ഇപ്പം എൻ്റെ ഫ്രണ്ട് ഗോപിയുടെ കാറിൻ്റെ ചില്ല് കെട്ടിപ്പിടിച്ചു. അന്നൊന്നും പോലീസ് അവിടെ വന്നിട്ട് പോലും ഇല്ലായിരുന്നു. ജസ്റ്റ് അവർ വെച്ച് CCTV ക്യാമറ വല്ല ലൊക്കേഷൻ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിഷ്വൽസ് പാസ് ചെയ്യുക അല്ലെങ്കിൽ മെയിൽ ചെയ്യുക, അങ്ങനത്തെ സംസാരമാണ്. അന്നൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം പിടിച്ചു, പോലീസിനെ വിളിച്ചിട്ട് അവർ വന്നില്ലല്ലോ. പക്ഷേ UK പോലീസിൻ്റെ വേറൊരു കാര്യം പറയാം, നല്ല മീൻ പിടിക്കാൻ അറിയാവുന്ന മുക്കുവന്മാർ ഈ മീൻ ഇങ്ങനെ അയച്ചു കൊടുക്കും. എന്നിട്ട് നല്ല കറക്കി കഴിഞ്ഞിട്ട് ഒരിക്കലും കുരുക്ക് വിട്ടു പോകില്ലാത്ത രീതിയിൽ വരുമ്പോഴാണ് ഇവിടുത്തെ പോലീസുകാർ പിടിക്കാറുള്ളൂ. കാര്യം ഇവിടുത്തെ പോലീസ് പിടിച്ചതാണ്, ഊരി വരാൻ പറ്റില്ല. പിന്നെ വേറൊരു സംഭവം കൂടെ ഞാനൊന്ന് എടുത്തു പറയുകയാണ് കേട്ടോ. ഈ നമ്മളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക് വിളിച്ച് കളിക്കാനുള്ള ഒരു നമ്പറല്ല കേട്ടോ 999 എന്നുള്ള നമ്പർ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റീസെൻ്റ്ലി ഹസ്ബൻഡും വൈഫുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായപ്പം വൈഫ് 999 വിളിച്ചു. ആദ്യം വിളിച്ചു, പുള്ളിക്കാരത്തെ അപ്പം തന്നെ കട്ട് ചെയ്തു. പിന്നെയും വിളിച്ചു എന്നിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ഹസ്ബൻഡ് വെളിയിൽ പോയിട്ട് ഹസ്ബൻഡ് ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഫ്രണ്ടിൽ പോലീസ് എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 999 വിളിച്ചില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും എമർജൻസി ആണോ, എന്തെങ്കിലും ഫയർ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ത്രെട്ടനിങ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് പോലീസ്. പക്ഷേ ഈ പോലീസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് അവൻ്റെ കിളി പോയിട്ട് അവൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു, വൈഫിനെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. സത്യം പറഞ്ഞാൽ ഫ്രണ്ടിലിരുന്ന വൈഫ് ഒന്നും പറഞ്ഞിട്ടില്ല, വൈഫ് സോൾവ് ചെയ്യുമായിരുന്നു അറിയാതെ വന്നേന്ന്. പക്ഷെ അവർക്ക് അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു, സോഷ്യൽ കെയർ കാര്യങ്ങൾ, അത് വലിയൊരു പ്രശ്നത്തിലോട്ട് പോയി. അപ്പം നിങ്ങൾ UK മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിലെ പോലെ പ്രശ്നമില്ല, മറ്റേ എന്താ പറയണ പുലിയാൽ കല്യാണത്തിൽ പറയില്ലേ. അതിലും വലിയ രസം എന്താന്ന് വെച്ചാൽ ഇതിപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ കൂടെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ 2 പിള്ളേരോ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം നമുക്ക് പിന്നെ ഒരു രീതിയിലും നമുക്ക് കയ്യിൽ തിരിച്ചു കിട്ടാത്ത രീതിയിൽ അവരങ്ങ് എടുത്തോണ്ട് പോകും. സത്യം പറഞ്ഞാൽ UK ഇങ്ങനത്തെ ഒത്തിരി ജീവിതങ്ങളുണ്ട്. അതൊന്നും ആരും ഒരു വീഡിയോയിൽ ഇപ്പോൾ ഒരു ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വെച്ച് പറയുകയാണ്, എടാ നിനക്കൊരു ജോലി കിട്ടിയില്ലേ ഈ വീഡിയോയിൽ വന്നിരിക്കാൻ പറഞ്ഞാൽ അവൻ സന്തോഷത്തോടെ വന്നിരിക്കും. അതേസമയം എടാ നിൻ്റെ കൊച്ചിനെ പോലീസ് എടുത്തുകൊണ്ട് വന്നില്ല, എന്നാൽ നീ വീഡിയോയിൽ നീ കഥ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ എന്നെയും വിളിക്കും, എന്നെ ഉണ്ടാക്കിയ ആളെയും വിളിക്കും. അതുകൊണ്ട് ആരും അങ്ങനത്തെ വീഡിയോയൊന്നും എവിടെയും ചെയ്യൂല. പിന്നെ ആരും അങ്ങനത്തെ വീഡിയോയ്ക്കും ഒരാളുമായിട്ട് ഷെയർ ചെയ്യാനും നിൽക്കൂല. കാര്യം മൊത്തത്തിലൊരു നാണക്കേടല്ലേ. അപ്പം നാണക്കേട് മാത്രമല്ല, ആ ഒരു കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞിടയ്ക്കൊക്കെ മറ്റേ ഒരു പഞ്ചാബികളുടെ ഒരു സ്റ്റോറിയൊക്കെ കണ്ടതാ. ഈ പറഞ്ഞ പോലെ ചെറിയൊരു തമാശക്ക് എന്തൊക്കെയോ സംഭവിച്ച് കൊച്ചുങ്ങളുടെ കാര്യത്തിൽ ഒരു വഴക്കുണ്ടായതാ. പക്ഷെ കുട്ടീനെ അങ്ങ് എടുത്തോണ്ട് പോയി. പിന്നെ അവർക്കിപ്പോ എന്തോരം അവര് സമാധാനത്തിലാണ് നിൽക്കുന്നതെന്ന് കാണിച്ചിട്ടും കാര്യമില്ല. കുട്ടിക്ക് 18 വയസ്സ് തികയുന്ന 18 കാനഡയിലാന്ന് തോന്നുന്നു. 18 വയസ്സ് തികയുന്നവരെ കൊച്ച് മറ്റേ ചൈൽഡ് കെയറിന്റെ സംരക്ഷണത്തിലായിരിക്കും. അതിനുശേഷം കുട്ടിക്ക് തീരുമാനിക്കാം ഇവിടെ നിൽക്കണോ അല്ലെങ്കിൽ മാതാപിതാക്കളോട് പോകണം. കാനഡ വരെ പോയോ? നമ്മള് UK കാര്യം പറഞ്ഞപ്പോ ഒന്ന് അതിന്റെ കൂടെ ഒന്ന് ഒരു സപ്പോർട്ടിന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കൺട്രീസിൽ എവിടെയാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നോക്കിയും കണ്ട് ജീവിക്കുക. അപ്പം ഇത് ചെറിയൊരു നമുക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻ, പിന്നെ ഫ്രണ്ട്സായിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്നും തള്ളും ഉണ്ടെങ്കിൽ മാക്സിമം അത് വാക്കുകൊണ്ട് തുടങ്ങിയ പരിപാടി വാക്കുകൊണ്ട് തന്നെ തീർക്കുക കേട്ടോ. കാര്യം എപ്പോഴും നമ്മുടെ തോട്ടിലുണ്ടാവണം, നമ്മൾ നാട്ടിൽ നിന്ന് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് എത്ര ലക്ഷം രൂപ മുടക്കിയാണ് വന്നതെന്നുള്ളതൊക്കെ ഇടയ്ക്കൊരു മനസ്സിൽ വേണം കേട്ടോ. ചുമ്മാ ഒരു വിദ്വേഷത്തിന് പുറത്ത് ഓരോന്ന് വരുത്തി വയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്, പിന്നെ എന്താണെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് ഞങ്ങളെക്കാളും നല്ല എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിനേക്കാളും അടിപൊളി കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ അബീസ് ആൻഡ് ഭീമ സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.